നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പുതിയൊരു ക്ലാസ് എന്ന് പറയാനുള്ള കാരണം തന്നെ ഇന്നത്തെ, അതായത് കഴിഞ്ഞ ദിവസം നടത്തിയ LGS പരീക്ഷയിൽ ചോദിച്ച എല്ലാ ആനുകാലിക സംഭവങ്ങളും, നമ്മൾ പറഞ്ഞ പോൾ ചോദ്യം, നമ്മൾ തന്ന PDF നോട്ട്, നമ്മൾ തന്ന ക്ലാസ്സിൽ നിന്നാണ് എന്ന വിവരം വളരെ സന്തോഷത്തോടു കൂടി ആദ്യം തന്നെ അറിയിക്കുക. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ അറിയാത്ത, ഇപ്പൊ തന്നെ ഏകദേശം ടെലഗ്രാമിൽ ഏകദേശം 7500-ലധികം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ആരെങ്കിലും, അതായത് ഈ പറയുന്ന കണ്ടന്റ്, ഈ പറയുന്ന വസ്തുത നമ്മൾ ഒരു തരത്തിലുമുള്ള കണ്ടീഷൻ അവിടെ വെക്കുന്നില്ല. ഇത്ര രൂപ അഡ്മിഷൻ ഫീസ്, ഇത്ര രൂപ മന്ത്ലി ഫീസ്, അല്ലെങ്കിൽ കോഴ്സ് ഫീസായിട്ട് ഇത്ര രൂപ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങളോട് ചോദിക്കുന്നത് ആത്മാർത്ഥത നിറഞ്ഞ നിങ്ങളുടെ പ്രവൃത്തി മാത്രമാണ്. എന്ന് വെച്ചാൽ ആദ്യ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, 10th ലെവൽ പ്രിലിംസിനെ ബേസ് ചെയ്തുള്ള ഒരു റിവിഷൻ മോഡൽ ചലഞ്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ 3ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ 3ാമത്തെ ദിവസമായി ഇന്നത്തെ ആദ്യ ക്ലാസ് ആണ് ഇത് തന്നെ. ഈ ക്ലാസ് പറയുന്നത് ചുമ്മാതെ കുറച്ച് തള്ളി അങ്ങ് പോവല്ല. ഇതിൻ്റെ ഇക്കഴിഞ്ഞ LGSന്റെ 2024 LGSന്റെ 4ാം ഘട്ടം നടത്തിയ പരീക്ഷയിൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ പ്രതികൂലമായും അനുകൂലമായും പറയുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട്. അതിൽ തന്നെ ഇന്നലെ തന്നെ ഒത്തിരി കമന്റുകൾ നമ്മൾ ആ വീഡിയോ ക്ലാസ്സിന് താഴെ നിങ്ങൾ നോക്കിയാൽ മതി, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നോക്കിയാൽ മതി. ആ പരീക്ഷ കഴിഞ്ഞ് ഉടൻ തന്നെ ഒത്തിരി കുട്ടികൾ കമന്റ് ചെയ്തു. എന്തെന്നറിയോ, LGS പരീക്ഷയ്ക്ക് നമ്മൾ തന്ന നോട്ട്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ തന്ന ക്ലാസ്സിൽ നിന്ന് ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരുന്നു. അവർ വളരെ ഹാപ്പി ആയിട്ടാണ് ഉള്ളത്. അപ്പൊ അവർ കൊടുത്ത അല്ലെങ്കിൽ അവർക്ക് നമ്മൾ നൽകിയ, ഈ കൂട്ടായ്മ നൽകിയ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം 7500-ലധികം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ആ വിശ്വാസം നമ്മൾ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് വേറെ ഒന്നുമില്ല, ഇക്കഴിഞ്ഞ LGS പരീക്ഷയിൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളിലും അതിന്റെ പ്രൂഫ് സഹിതം നിങ്ങളോട് പറയാം. അപ്പൊ ഈ പ്രൂഫ് സഹിതം പറയുമ്പം ഒരു തള്ളൽ വീഡിയോ ആയിട്ട് ഇന്ന് കൺസിഡർ ചെയ്തത് കാരണം ഇന്ന് Day 3 ക്ലാസ് ആണ്. Day 3 ക്ലാസ് 10th ലെവൽ പ്രിലിംസിന്റെ Day 3 ക്ലാസ്സിൽ ഈ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കണം. ഈ തള്ളല്ല പഠിക്കേണ്ടത്, മറിച്ച് ഈ പറയുന്ന വസ്തുതകളെല്ലാം പഠിക്കണം. ഇനി കുറേയേറെ സംശയങ്ങൾ നിങ്ങൾക്ക് കാണും. എന്തുകൊണ്ടാണ് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സിൽ ഫുൾ നോട്ട്സ് ഈ പറയുന്ന PSC ഇൻഫ്ലുവൻസർ ടെലഗ്രാം ഗ്രൂപ്പിലെ PDF-ൽ നിന്ന്, PSC ഇൻഫ്ലുവൻസർ പോൾ പരീക്ഷയിൽ നിന്ന്, PSC ഇൻഫ്ലുവൻസർ തരുന്ന ഈ പറഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഈ CA കറണ്ട് അഫയേഴ്സിന് വേണ്ടി PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മ ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഡെയിലി എല്ലാ ദിവസവും, അതായത് ആ ദിവസം നടന്ന പ്രധാനപ്പെട്ട പത്രവാർത്തകളെല്ലാം ഉൾപ്പെടെയുള്ള CA കറണ്ട് അഫയേഴ്സ് പോളും ആൻഡ് പോസ്റ്റ് ആയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും. ഒന്നാമത്തത്. 2020 മുതൽ 2022, 23, 24 3 പ്രധാനപ്പെട്ട വർഷങ്ങളിലെ കറണ്ട് അഫയേഴ്സ്, അതൊരു ചലഞ്ച്, 2020 ചലഞ്ച് എന്നൊരു സീരീസിൽ PDF പ്ലസ് ക്ലാസ് സഹിതം 15 പാർട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ 15 പാർട്ടിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ ചില ആളുകൾ കരുതും ഈ 15 പാർട്ട് മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. ഈ 15 പാർട്ട് കഴിഞ്ഞ 2024 വരെ ഉള്ളതാ. 2025 പുതിയ കറണ്ട് അഫയേഴ്സ് വരും. അപ്പൊ നമ്മൾ മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. 2025 ഓരോ മാസവും പുതിയ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ അതെല്ലാം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ടാസ്ക് അല്ലേ? അടുത്തത്, ഇനി 2022, 23, 24 ബേസ് ചെയ്ത് കറണ്ട് അഫയേഴ്സിനെ ബേസ് ചെയ്ത് ഒരു ബുക്ക് PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മ അടുത്ത മാസം വിപണിയിൽ, അല്ലെങ്കിൽ വിപണിയിലല്ല, നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ ആ കണ്ടന്റ് വേറെ ഒന്നുമില്ല, നമ്മൾ ഈ പറയുന്ന ഈ കൊടുക്കുന്ന ഡെയിലി പബ്ലിഷ് ചെയ്യുന്ന പത്രവാർത്തകൾ, ഡെയിലി പബ്ലിഷ് ചെയ്യുന്ന CA ചലഞ്ച്, ഇതൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ബുക്ക് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ആത്മാർത്ഥമായി വിശ്വാസമുണ്ട്. അപ്പൊ നമ്മൾ നേരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് പോകണം. ആദ്യം തന്നെ വിത്ത് പ്രൂഫ് സഹിതം സോഴ്സ് പറയുകയാണ്. ഇക്കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ചോദ്യം 2025, 24, 23 G20 ഉച്ചകോടി വേദിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. 2024 G20 ഉച്ചകോടി വേദി റിയോ ഡി ജനീറോ, ബ്രസീൽ എന്ന്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും ഇതെല്ലാം എല്ലാ കണ്ടന്റിലും, ഈ പറയുന്ന പബ്ലിക് സർവീസ് കമ്മീഷന്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ള കോമ്പറ്റേറ്റീവ് പ്ലാറ്റ്ഫോമിലും എല്ലാം ഉള്ളതാണ്. അവരെല്ലാം ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. നമ്മൾ ചെയ്യുന്നതും അവർ ചെയ്യുന്നതും സെയിം ആണ്. ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു, PDF നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ സമയത്തെ മാത്രമാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. നിങ്ങളുടെ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഡെയിലി 3 ക്ലാസ്സുകൾ, വീഡിയോ ക്ലാസ്സുകൾ കാണുന്നു, നിങ്ങൾ ഡെയിലി തരുന്ന PDF വായിക്കുന്നു. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും മൂല്യമേറിയ സമയത്തെ മാത്രം മേടിച്ചുകൊണ്ടാണ് ഈ റിസൾട്ട് തരുന്നത്. മറ്റുള്ള പ്ലാറ്റ്ഫോമിനെ കമ്പയർ ചെയ്യുമല്ല. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ,
ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത്തത് ഈ പറയുന്ന ISRO ചെയർമാനുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു ഈ പറയുന്ന കണ്ടന്റിൽ നിന്ന്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണെന്നേ, സമ്മതിച്ചു, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദെൻ അതിനുശേഷം പറഞ്ഞേക്കുന്നത് 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് നീരജ് ചോപ്രയുടെ ദൂരം, അല്ലെങ്കിൽ നീരജ് ചോപ്ര വെള്ളി മെഡൽ ജേതാവായല്ലോ, അദ്ദേഹം എറിഞ്ഞ ദൂരം ഉൾപ്പെടെ ചോദിച്ചു. അതിന്റെ സോഴ്സ് പറഞ്ഞപ്പോൾ ലോക ഫുട്ബോൾ ദിനം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ ചില ആളുകൾക്കെങ്കിലും ഇതൊരു കിറാമുട്ടിയായി അല്ലെങ്കിൽ എഴുതാൻ പറ്റാത്ത ഒരു ചോദ്യമായി വന്നു കാണും. ലോക ഫുട്ബോൾ ദിനം മെയ് 25 ഇതുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭ ഇങ്ങനെ ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച പടം സഹിതം നമ്മൾ കൊടുത്തപ്പോണ്ട്. അപ്പൊ ഇത്രയും കണ്ടന്റുകൾ ഈ പറഞ്ഞ 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം PDF നിന്നുള്ളതാണ്. ഇനി PDF മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പോളും കൂടെ ഒന്ന് ചെയ്താട്ടെ. 30 വയസ്സിന്മേൽ പ്രായമായവർക്ക് ജീവിതശൈലി രോഗങ്ങൾക്കായുള്ള സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. കഴിഞ്ഞ 2 ദിവസം മുമ്പ് PSC ഇൻഫ്ലുവൻസർ ടെലഗ്രാം കൂട്ടായ്മയിൽ ഇട്ട പോൾ ചോദ്യമാണിത്. ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നല്ല, ഇത് പ്രധാനപ്പെട്ട, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ടെക്സ്റ്റ് വായിച്ച് അല്ലെങ്കിൽ ഒരു പത്രവാർത്ത വായിച്ച് അതിൽ പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് തോന്നുന്നതാണ് ഈ കൂട്ടായ്മ എന്തായിട്ട് പോളായിട്ടും PDF ആയിട്ടും ഇടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ചോദ്യമായിട്ട് വരുന്നത്. ഇനി കറണ്ട് അഫേഴ്സ് മാത്രമല്ല, റിനേസൻസിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു, സയൻസിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. ആ സയൻസിന്റെ ഒക്കെ വീഡിയോ ക്ലാസ്സുകൾ, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ് PDF ആയിട്ടൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. പോൾ ചോദ്യങ്ങളിൽ ഉൾപ്പെടെ ഈ പറയുന്ന കണ്ടന്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും സോഴ്സുകൾ, ഇത് മാത്രമല്ല, ഈ മൊത്തം സോഴ്സ് പറയുവാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് കാണുന്നവർക്ക് ഇതൊരു വർത്തായിട്ട് മാറത്തില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഇക്കഴിഞ്ഞ LGSന്റെ 2024 LGS പരീക്ഷ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അനുബന്ധ വിവരങ്ങളും ഡിസ്കസ് ചെയ്ത് പോകും. അപ്പൊ എല്ലാവരും ക്ലാസിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. ക്ലാസ് Day 3 ക്ലാസിന്റെ സെക്ഷൻ തുടങ്ങുന്നത് ഇനി മുതലാണെന്ന് മാത്രം ഒന്ന് ഓർക്കുക. അപ്പൊ നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യ ചോദ്യം ഇതാണ്. ആദ്യമായിട്ട് ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്നറിയപ്പെടുന്ന രാജ്യത്തിനാണ്. ഉറുഗ്വേ എന്നാണ് ഈ പറയുന്ന PSC ചോദ്യത്തിൽ കൊടുത്തേക്കുന്നത്. ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊരു ആനുകാലിക സംഭവമാണല്ലോ. ഇതൊരു PYQ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് വേണ്ടത് ലോകത്തിൽ ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ഉറുഗ്വേ എന്നറിയപ്പെടുന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ് എന്നാണ് ചോദ്യം. ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത് ഉത്തരം ഏതാണ്? അത് ബ്രസീലാണ്. ബ്രസീലുമായി ബന്ധപ്പെട്ട്, ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ബ്രസീലിന്റെ പതാകയിൽ ഫുട്ബോളിന്റെ പടം സഹിതം കൊടുത്തപ്പോണ്ട്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം ഇതാണ്, ബ്രസീലാണ് അതിന്റെ ഉത്തരമായി വരേണ്ടത്. ഓക്കെ, അപ്പം 5 തവണയാണ് ബ്രസീൽ ലോകകപ്പ് ഫുട്ബോൾ നേടിയിട്ടുള്ളത്. 5 തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയത് ആരാണ്? ബ്രസീലാണ്. ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ലോകകപ്പ് നേടിയതിൽ 2ാം സ്ഥാനത്തുള്ളത് ജർമ്മനിയും ഇറ്റലിയുമാണ്. ലോകത്ത് ആദ്യമായി ലോകകപ്പ് ഫുട്ബോൾ നടന്നത് 1930-ലാണ്. ജേതാവാരെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഉറുഗ്വേയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കേണ്ടത്? 2022 FIFA ലോകകപ്പ് ഉണ്ട്, 2026 ഫുട്ബോൾ ലോകകപ്പ് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം. ഒന്ന്, 2022, അതായത് 2 വർഷം മുന്നത്തെ 2022 FIFA ലോകകപ്പ് നേടിയത് അർജന്റീനയാണ്. അപ്പൊ 2022 ഫുട്ബോൾ ലോകകപ്പ് വേദി ഖത്തറാണെന്ന് ഓർത്തു വെക്കണേ. 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി ചോദിച്ചാൽ 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി കാനഡ, മെക്സിക്കോ, US. 3 രാജ്യങ്ങളിലാണ് കാനഡ, മെക്സിക്കോ, US. അതൊന്ന് ഓർത്തു വെക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട ചോദ്യം. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ട് മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും, ഈ കറണ്ട് അഫേഴ്സ് ഒന്നും അല്ലല്ലോ പഠിക്കണ്ടേ, തൊട്ട് മുന്നത്തെ ഇരുന്ന ആളെയാണല്ലോ പഠിക്കേണ്ടത്. എന്തായാലും ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പം ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം നമ്മൾ പഠിക്കുമല്ലോ. അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് റെനിൽ വിക്രം സിൻഹയാണ്. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ട് മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു ചോദിച്ചാൽ അത് റെനിൽ വിക്രം സിൻഹയാണ്. ഒന്ന് ഓർത്തു വെക്കുക. ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട ചോദ്യത്തിലേക്ക് വരുന്നു. അതിൽ കറണ്ട് അഫേഴ്സ് ഇതാണ്. ശ്രീലങ്കയുടെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ്? ഡോക്ടർ ഹരിണി അമരസൂരിയാണ് നിലവിലെ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി. നിലവിലെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് അനുരകുമാര ദിസനായകയാണ്. ഈ അനുരകുമാര ദിസനായകയുടെ രാഷ്ട്രീയ പാർട്ടി ഏതാ? നിങ്ങൾ തന്നെ പറ. നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണ് എന്ത്? അനുരാഗകുമാര ദിസനായകയുടെ രാഷ്ട്രീയ പാർട്ടി. അപ്പം ശ്രീലങ്കയുടെ നിലവിലെ പ്രധാനമന്ത്രി ഓർത്തു വെക്കണം, ഡോക്ടർ ഹരിണി അമരസൂരിയാണ്. ശ്രീലങ്കയുടെ നിലവിലെ ശ്രീലങ്കൻ പ്രസിഡന്റ് ചോദിച്ചാൽ
ചോദിച്ചാൽ അനുരകുമാര ദിസനായകയുടെ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണെന്ന് മറക്കല്ലേ. അടുത്തത്, ഇനി നമുക്ക് വേണ്ടത് പ്രധാനമന്ത്രിയായ ഡോക്ടർ ഹരിണി അമരസൂര്യയുടെ രാഷ്ട്രീയ പാർട്ടി നാഷണൽ പീപ്പിൾസ് പാർട്ടി ആയിരിക്കുമല്ലോ. ഈ പറഞ്ഞ ഡോക്ടർ ഹരിണി അമരസൂര്യക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ശ്രീലങ്കൻ പ്രധാനമന്ത്രിയാകുന്ന മൂന്നാമത്തെ വനിതയാണ് ഡോക്ടർ ഹരിണി അമരസൂര്യ. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിക്കണം. ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അടുത്തത്, കായിക മേഖലയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ആനുകാലികം ഉണ്ടായിരുന്നു. അതിന്റെ സോഴ്സ് സഹിതം നമ്മൾ ഡിസ്കസ് ചെയ്തു. ലോക ഫുട്ബോൾ ദിനം എന്നാണ് ചോദ്യം. ലോക ഫുട്ബോൾ ദിനം എന്തുകൊണ്ടാണ് ഈ ലോക ഫുട്ബോൾ ദിനം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ആണ് ഈ പറയുന്നത്. ആൻസർ ആയിട്ട് വരേണ്ടത് മെയ് 25 ലോക ഫുട്ബോൾ ദിനം. മറക്കല്ലേ, ലോക ഫുട്ബോൾ ദിനം എന്ന മെയ് 25. അപ്പൊ ഈ ലോക ഫുട്ബോൾ ദിനവുമായി ബന്ധപ്പെട്ട് മെയ് 25 ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഐക്യരാഷ്ട്രസഭയാണ്. മറക്കല്ലേ, മെയ് 25 ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ആരാണ്? ഐക്യരാഷ്ട്രസഭയാണെന്ന് ഓർത്തുവെക്കണം. 1924 മെയ് 25 പാരീസിൽ നടന്ന ഒളിമ്പിക്സിൽ എല്ലാ പ്രദേശങ്ങളുടെയും പ്രാതിനിധ്യത്തോടുള്ള ചരിത്രത്തിൽ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിന്റെ 100ാം വാർഷികം 2024 ആയതിനാൽ 2024 മെയ് 25 ആയതിനാലാണ് മെയ് 25 ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ UN ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് അത് കറണ്ട് അഫയേഴ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മത്സര പരീക്ഷയിൽ ഈ 100ാം വാർഷികം, 50ാം വാർഷികം, 200ാം വാർഷികം എന്നും പറഞ്ഞൊക്കെ ഫാൻസി നമ്പർ ബേസ്ഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കും. അത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. അത് തന്നെ ചോദിക്കണമെന്നില്ല, അതുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകളും ചോദിക്കാം. ഇപ്പൊ നിങ്ങൾ എഴുതാൻ പോകുന്ന നിങ്ങൾ ഉറപ്പിച്ച്, ഞാൻ പറയുന്ന കാര്യം ഉറപ്പിച്ച് പഠിച്ചോ. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കാണും, ഉറപ്പ്. അൽ അമീൻ എന്നറിയപ്പെടുന്ന പത്രത്തിന്റെ സ്ഥാപകനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായി ബന്ധപ്പെട്ട ചോദ്യം കാണും, ഉറപ്പ്. കാരണം എന്താണെന്നറിയോ? 2024 ഈ പറയുന്ന രണ്ട് വസ്തുതകളെ 100ാം വാർഷികം. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉറപ്പായിട്ടും കാണും. നവോത്ഥാനത്തിൽ നിന്ന് 3 ഏരിയ നിങ്ങൾ പഠിച്ചാൽ ഒരു മാർക്ക് ഉറപ്പാണ്. വൈക്കം സത്യാഗ്രഹം, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, പറയുന്ന ചട്ടമ്പി സ്വാമികൾ. ഈ 3 പ്രധാനപ്പെട്ട വ്യക്തി, പ്രധാനപ്പെട്ട ക്ഷേത്ര സമരം, പ്രധാനപ്പെട്ട ആ ഒരു മാസിക, ഇതിന്റെ എല്ലാം 100ാം വാർഷികമാണ് 2024. 2024 നടക്കുന്ന പരീക്ഷ എന്നല്ല പറയുന്നത്. 2024 ഇനി 2024 അവസാനിക്കാൻ അധിക ദിവസമില്ല. 2025 വരാൻ പോകുന്ന പരീക്ഷയ്ക്കും നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ ഈ പഠിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് 50ാം വാർഷികം, 100ാം വാർഷികം, 150ാം വാർഷികം, അങ്ങനത്തെ വാർഷികങ്ങൾ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അതെല്ലാം കറണ്ട് അഫയേഴ്സ് ആയിട്ട് PDF ആയിട്ട് നമ്മൾ തരുന്നു. അടുത്തത്, 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്. സാഹിത്യ പുരസ്കാരം എന്ന് പറഞ്ഞ് ഒരു PDF തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ ടെലഗ്രാം കൂട്ടായ്മയിൽ. ഒന്ന് ആലോചിച്ച് നോക്കണം. 2020 ചലഞ്ച് കൂടാതെ ഓരോ ടോപ്പിക്കും സാഹിത്യ പുരസ്കാരങ്ങൾ കേന്ദ്ര മന്ത്രിസഭ, സംസ്ഥാന മന്ത്രിസഭ, ഇതെല്ലാം PDF ആയിട്ട് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിലുണ്ട്. അപ്പൊ 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? അത് പ്രതിഭ റായി ആണ്. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്. ഒന്ന് ഓർത്തു വെക്കുക. ഈ പ്രതിഭ റായി ഒഡിയ സാഹിത്യകാരിയാണ്. പ്രതിഭ റായി. ഉത്കലം എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. മറക്കല്ലേ, കലിംഗം എന്നും ഉത്കലം എന്നും അറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണ് ഒഡീഷ. ഒഡീഷ എന്ന സംസ്ഥാനത്തെ പറ്റി പഠിക്കുമ്പോൾ ഇക്കഴിഞ്ഞ LPSA UPSA പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഉത്കൽ എയർപോർട്ട് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? ഉത്കൽ എയർപോർട്ട് തന്നെയാണ് ഒഡീഷ എയർപോർട്ട്. അത് ഓർത്തു വെക്കുക. ദെൻ കലിംഗം സമാധാന പുരസ്കാരമുണ്ട്. കലിംഗ സമാധാന പുരസ്കാരം സമ്മാനിക്കുന്നത് യുനെസ്കോയും ഒഡീഷ ഗവൺമെന്റുമാണ്. അപ്പൊ ഒഡിയ സാഹിത്യകാരിയാണ് പ്രതിഭ റായി. അത് 2023 ONV സാഹിത്യ പുരസ്കാര ജേതാവ് C രാധാകൃഷ്ണനും 2024 ഈ ONV യുവ സാഹിത്യ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് ദുർഗാ പ്രസാദുമാണ്. 3 ചോദ്യമാണ്. അപ്പൊ പ്രതിഭ റായി ഒഡിയ സാഹിത്യകാരിയാണെന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. അപ്പൊ ചില ആളുകൾ കമന്റ് ചെയ്യും, ഇതൊക്കെ എല്ലാ മെറ്റീരിയൽസിലും ഉണ്ടല്ലോ, എല്ലാ PDF-ലും ഉണ്ടല്ലോ, ഇതെല്ലാം എന്തിനാ ചുമ്മാ അവകാശവാദം ഉന്നയിക്കുന്നത്? ഒരു അവകാശവാദവും പറയുമല്ല. കൊടുത്തത്
തന്നത് പറഞ്ഞു, തന്നത് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു, അത്രമാത്രം. അതല്ലാതെ ഇത് മാത്രം പഠിച്ചാൽ മതി, ഈ കണ്ടന്റ് മാത്രമേ ചോദിക്കൂ എന്നുള്ളതല്ല. നിങ്ങൾ വായിക്കുന്ന എല്ലാ മെറ്റീരിയൽസിലും ഈ പറഞ്ഞ കണ്ടന്റുകൾ ഉണ്ടെന്നേ, സമ്മതിച്ചെന്നേ. അപ്പൊ കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആര് എന്നാണ് ചോദ്യം. കേരളത്തിലെ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് വീഡിയോ ക്ലാസ് എടുത്ത ആളാണ് ഞാൻ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിന്റെ PDF നോട്ട് വായിച്ച ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ആൻസർ ആയിട്ട് വരേണ്ടത് കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിൻ ആണ്. ഒന്ന് ഓർത്തു വെക്കണേ. അപ്പൊ നിലവിൽ നമുക്ക് വേണ്ടത് ഈ റോഷി അഗസ്റ്റിന്റെ പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ട്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആണ്. ജലവിഭവം ഉണ്ട്, കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി ഉണ്ട്, ഭൂഗർഭ ജലമുണ്ട്, ജലവിതരണവും ശുചീകരണവും ഉണ്ട്. അദ്ദേഹത്തിന്റെ മണ്ഡലം ചോദിച്ചാൽ അത് ഇടുക്കി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത്, പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ് നടന്നതെന്നാണ് ചോദ്യം. ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത്, ഉത്തരം ഏതാണ്? അത് എറണാകുളമാണല്ലോ. ഋഷിനാഗകുളം എന്നറിയപ്പെട്ട കേരളത്തിലെ ജില്ലയാണല്ലോ എറണാകുളം. ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് ജലമെട്രോ സംവിധാനം നിലവിൽ വന്നത് എറണാകുളമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് മെട്രോ സംവിധാനം നിലവിൽ വന്നത് എറണാകുളമാണ്. ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ ആണ് കൊച്ചി മെട്രോ. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് കേരള ജോഗ്രഫി ക്ലാസ് ഇന്നലത്തെ ഡേ 2 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മുഴുവൻ കണ്ടന്റും പറഞ്ഞു, കേരള ഭൂമിശാസ്ത്രം എന്ന ക്ലാസ്സിൽ. അപ്പൊ പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ്? അത് എറണാകുളം ജില്ലയിലാണ് നടക്കുന്നത്. മറക്കരുത്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ദീപശിഖ തെളിയിച്ചതാരെന്നറിയാലോ? ഒളിമ്പ്യനായ PR ശ്രീജേഷ് ആണ്. ഹോക്കി താരമായ PR ശ്രീജേഷ് ആണ് അതിന്റെ ദീപശിഖ തെളിയിച്ചത്. ഒന്ന് ഓർത്തു വെക്കണേ. അടുത്തത്, കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലിന്റെ പേര് എന്താണെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? കതിറാപ്പാണ്. കതിറാപ്പിനെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഡെയിലി CAയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, കേരളത്തിലെ സംസ്ഥാന കൃഷി വകുപ്പ് ഈ വർഷം 2024 ചിങ്ങം 1 ആരംഭിച്ച ആപ്പിന്റെ പേരാണ് കതിർ ആപ്പ് എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത്, ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? അപ്പൊ കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട PDF തന്നായിരുന്നല്ലോ. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാ? അത് രാജീവ് രഞ്ജൻ സിംഗ് ആണ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി. അതൊന്ന് ഓർത്തു വെക്കുക. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മാത്രം പഠിച്ചാൽ പോരാ, പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ പോവാണ്. ഓരോ ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ കീ വരുന്ന സമയത്ത് നമുക്ക് കണ്ടന്റ് കിട്ടണമല്ലോ. ഒന്ന്, സർബാനന്ദ സോനോവാൾ, കേന്ദ്ര തുറമുഖം ഷിപ്പിംഗ് ജലപാതയുടെ പോർട്ട്ഫോളിയോ ആണ് സർബാനന്ദ സോനോവാളിനുള്ളത്. പ്രഹ്ലാദ് ജോഷി ചോദിച്ചാൽ അത് ഉപഭോക്തൃകാര്യം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പാണ് അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ. ശിവരാജ് സിംഗ് ചൗഹാന്റെ പ്രത്യേകത, അദ്ദേഹം കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയാണ്, കർഷക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ്, ഗ്രാമവികസന വകുപ്പ് മന്ത്രിയാണ്. പീയൂഷ് ഗോയൽ ചോദിച്ചാൽ വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. ഒന്ന് ഓർത്തു വെക്കണം. അടുത്തത്, 2024 പാരീസ് ഒളിമ്പിക്സ് ട്രോഫി സഹിതം ഞാൻ പറഞ്ഞതാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ എറിഞ്ഞ ദൂരം എത്രയാണെന്നല്ലേ ചോദ്യം. ഉത്തരമായി വരേണ്ടത് 89.45 മീറ്റർ. ഓപ്ഷൻ A അല്ലേ വരേണ്ടത്? 89.45 മീറ്റർ ആണ്. മറക്കല്ലേ, വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ പറയുന്ന 2024 പാരീസ് ഒളിമ്പിക്സിൽ 2024 പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ ജേതാവ് എന്നും പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ LGS 3ാം ഘട്ട LGS ഡിസ്കസ് ചെയ്ത സമയത്ത് പ്രൂഫ് സഹിതം നമ്മൾ പറഞ്ഞതാണ്. അർഷാദ് നദീമാണ്, പാകിസ്ഥാൻ താരമാണ്, സ്വർണ്ണ മെഡൽ നേടി. എറിഞ്ഞ ദൂരം 92.97 മീറ്ററും. നീരജ് ചോപ്ര വെള്ളി മെഡൽ ജേതാവാണ്. ഇന്ത്യക്ക് അഭിമാനമായ നേട്ടം. എറിഞ്ഞ ദൂരം 89.45 മീറ്റർ ആണ്. ദെൻ വെങ്കല മെഡൽ ജേതാവായ ആൻഡേഴ്സൺ പീറ്റേഴ്സ് ഗ്രാണനം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എറിഞ്ഞ ദൂരം 88.54 ഒന്നോർത്ത് വെക്കുക. അടുത്തത്, UN മാനവ വികസന സൂചിക 2022 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന ചോദ്യം. കറണ്ട് അഫേഴ്സ് ആണ്. നമ്മൾ 2020 ചലഞ്ച് സീരീസിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആണ്. UN മാനവ വികസന സൂചിക 2022 ഇന്ത്യയുടെ സ്ഥാനമാണ് ചോദ്യം. ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത് 134. ഓപ്ഷൻ B 134 ആണ് മാനവ വികസന സൂചിക. അപ്പൊ 2022 മാത്രം പഠിച്ചാൽ പോരാ, 2024 കൂടി ഒന്ന് ഓർത്തു വെക്കുക. മാനവ വികസന സൂചിക 2024 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം 134 ആണ്. 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡ് ആണ്. ഒന്ന് ഓർത്തു വെക്കണേ. അടുത്തത്, ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസമായ മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി
പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി 800 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രത്തിന്റെ പേര് 800 എന്നാണ്. ഈ ചിത്രത്തിൽ മുത്തയ്യ മുരളീധരനായി വേഷമിടുന്ന വ്യക്തി മധൂർ മിട്ടലാണ്. സംവിധാനം ഈ പറയുന്ന 800 എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് MS ശ്രീപതിയാണ്. അതൊന്ന് ഓർത്തു നോക്കുക. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് ക്ലാസ് എടുത്ത ആളാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ടിന്റെ പേര് ഇന്ദ്ര എന്നാണ്. ഞാൻ എടുത്തു പറഞ്ഞു, ഇന്ത്യയിലെ ആദ്യ സോളാർ ഫെറി ബോട്ട് ആദിത്യയാണെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ക്രൂയിസ് ബോട്ട് അത് ഇന്ദ്രയാണെന്ന് ഓർത്തു വെക്കണം. ഇന്ത്യയിലെ ആദ്യത്തെയാണ്. അപ്പൊ കൊച്ചിയിലാണ് ഈ പറയുന്ന ഇന്ദ്രയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി ബോട്ട്, ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ബോട്ട് ചോദിച്ചാൽ അത് ആദിത്യയാണ്. ആദിത്യ സർവീസ് നടത്തിയത് തവണക്കടവ് മുതൽ, വൈക്കം മുതൽ തവണക്കടവ് വരെയൊക്കെയാണ്. അതൊന്ന് ഓർത്തു നോക്കുക, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആദിത്യയുടെ PYQ ആണ്. അതിന്റെ ഈ പറയുന്ന ദൂരം സഹിതം അല്ലെങ്കിൽ സർവീസ് നടത്തുന്ന സ്ഥലം സഹിതം ഉൾപ്പെടെ PSC മുൻകാല വർഷ ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഒന്ന് ഓർത്തു നോക്കുക. അടുത്ത 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏത്? 2024 ചോദ്യം. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ബ്രസീലാണെന്ന് ഓർത്തു വെക്കണം. 2025 G20 ഉച്ചകോടി വേദി എവിടെയാണ്? അത് ദക്ഷിണാഫ്രിക്കയാണ്. 2024 G20 ഉച്ചകോടി വേദി ബ്രസീലിലെ റിയോ ഡി ജനീറോ ആണ്. നമ്മൾ നേരത്തെ പ്രൂഫ് പറഞ്ഞു. 2023 G20 ഉച്ചകോടി വേദി എവിടെയാണ്? അത് ഇന്ത്യയിലാണ്. അടുത്തത്, 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ് എന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ഉത്തരം COVID-19 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ് എന്നാണ് ചോദ്യം. ഈ 2023 വൈദ്യശാസ്ത്ര നൊബേലുമായി ബന്ധപ്പെട്ട PDF നിങ്ങൾ വായിച്ചു. അതിൽ ഉത്തരം നിങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് വേണ്ടത് 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിക്കുന്ന 2 വ്യക്തികൾക്കാണ്. ഒന്ന് കാറ്റലിൻ കാരിക്കോ എന്നറിയപ്പെടുന്ന ഹംഗറിക്കാരൻ, ഡ്രൂ വെയ്സ്മാൻ എന്നറിയപ്പെടുന്ന അമേരിക്കൻ വംശജൻ. ഈ 2 പ്രധാനപ്പെട്ട വ്യക്തികൾക്കാണ് 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. 2024 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് അറിയാലോ. വിക്ടർ ആംബ്രോസ് അമേരിക്കക്കാരൻ, ഗാരി റൌക്കുൻ അമേരിക്കക്കാരൻ. ഒന്ന് ഓർത്തു വെക്കുക, 2 വ്യക്തികളെ ഓർത്തു വെക്കുക. ദെൻ ഇവരുടെ കണ്ടുപിടുത്തം മൈക്രോ RNA കണ്ടെത്തലിനും ദെൻ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷനിൽ ജീൻ നിയന്ത്രണത്തിൽ മൈക്രോ RNA പങ്കും കണ്ടെത്തിയതിനാണ് 2024 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. 2024 വൈദ്യശാസ്ത്ര നൊബേൽ നമ്മൾ ക്ലാസ് ആയിട്ട് എടുക്കും. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത്, നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ആര് എന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ ഉത്തരം വൈറസ് ആണ്. നിപ്പ വൈറസ് എന്നല്ലേ നമ്മൾ പറയുന്നത്. COVID-19 കാരണമായ രോഗാണു ഇത് തന്നെ വൈറസ് ആണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് ചന്ദ്രന്റെ, ഇത് കറണ്ട് അഫേഴ്സ് ആയിട്ട് ഞാൻ പറയാനുള്ള കാരണം ഇതാണ്. ഈ പറഞ്ഞ കണ്ടന്റുകളെല്ലാം ഈ പറഞ്ഞ മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട്, നിപ്പ രോഗവുമായി ബന്ധപ്പെട്ട്, കോവിഡുമായി ബന്ധപ്പെട്ട ആരോഗ്യക്ഷേമ പദ്ധതികൾ, ആരോഗ്യ പ്രവർത്തനങ്ങൾ, പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു PDF തന്നിരുന്നു. അതിനകത്ത് ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം ഉണ്ട്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക മേഖല എന്നറിയപ്പെടുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞ വളരെ വ്യക്തമായി പറഞ്ഞ കണ്ടാ പറഞ്ഞേക്കുന്നത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറക്കിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനത്തിന്റെ പേര് ചാന്ദ്രയാൻ 3 എന്നല്ലയോ. ചാന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട PDF നോട്ട് ശാസ്ത്ര സാങ്കേതികം പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞ് 3 പാർട്ടോടുകൂടി ആ PDF നോട്ടുണ്ട്. ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യമാണ് ചാന്ദ്രയാൻ 3 എന്നറിയപ്പെടുന്നത്. വിക്ഷേപിക്കുന്നത് 2023 ജൂലൈ 14 ചാന്ദ്രയാൻ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായിട്ട് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23. അപ്പോൾ ഓഗസ്റ്റ് 23 പ്രത്യേകത ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ചാന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് ശിവശക്തി പോയിന്റ്. ഇത് PYQ ആണ്. ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത്, കേരളത്തിൽ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് മൃതസഞ്ജീവനിയാണല്ലോ. മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസഡർ എന്നറിയപ്പെടുന്നത് മോഹൻലാലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊന്ന് ഓർത്തു വെക്കുക. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാന പദ്ധതിയുടെ പേര് കൂടിയാണ് ഇത് ഈ പറയുന്ന മൃതസഞ്ജീവനി. അടുത്തത്, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ
ആരംഭിച്ച പദ്ധതിയുടെ പേര്? സോഴ്സ് സഹിതം ഞാൻ ഡിസ്കസ് ചെയ്തു. ആൻസർ ആയിട്ട് വരേണ്ടത് അമൃതം ആരോഗ്യമാണ്. പറഞ്ഞല്ലോ, നമ്മൾ തന്ന പോളിനകത്തുള്ള ചോദ്യമാണ് ഈ പറയുന്നത്. അപ്പം 30 വയസ്സിന് മുകളിലുള്ളവരാണ് ഈ പറഞ്ഞ അമൃതം ആരോഗ്യം പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിട്ട് ആരോഗ്യ വകുപ്പ് ജീവിതശൈലി രോഗനിർണയ സർവേ ആൻഡ് സ്ക്രീനിങ് നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതിയുടെ പേര് ശൈലി എന്നാണ്. രണ്ടും രണ്ട് ചോദ്യമാണ്. അടുത്തത് 2024 ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. അപ്പൊ മിക്ക ആളുകളും PR സേജേഷ് ഒക്കെ എഴുതി കാണും. ഉത്തരമായിട്ട് വരേണ്ടത് ഹർമൻ പ്രീത് സിംഗ് ആണ്. ഹർമൻ പ്രീത് സിംഗ് ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യ നേടിയ മെഡൽ വെങ്കല മെഡലാണ്. ഗോൾ കീപ്പർ മലയാളി PR ശ്രീജേഷ്. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഹോക്കി സ്വർണ്ണ മെഡൽ നേടിയത് നെതർലൻഡാണ്. വെള്ളി മെഡൽ ജേതാക്കൾ അത് ജർമ്മനിയാണ്. ഈ 4 കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്ക്. അപ്പൊ ആ കറണ്ട് അഫയേഴ്സ് ഭാഗം സെറ്റായി. ഇനി നമുക്ക് വേറെ എങ്ങോട്ടും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ദെൻ 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് അർഹമായ ചിത്രം ഏതെന്നാണ് ചോദ്യം. ഉത്തരമായി വരേണ്ടത് ആട്ടമാണ്. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട PDF എടുത്തതാണ്, ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. 5 പാർട്ടോടുകൂടി അല്ലെങ്കിൽ 4 പാർട്ടോടുകൂടി റിവിഷൻ ക്ലാസ്സും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാദൗത്യം ഉൾപ്പെടെ 5 ക്ലാസ് നിങ്ങളുടെ LGS പരീക്ഷയ്ക്ക് മുന്നേ എടുത്ത കണ്ടന്റായി പറഞ്ഞു തരുന്നത്. ഓക്കെ, 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ അല്ലെങ്കിൽ അർഹമായ ചിത്രം ആട്ടം സിനിമ സംവിധാനം ചെയ്തത് വ്യക്തിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആനന്ദ് ഏകർഷിയാണ്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും ജനപ്രിയ ചിത്രം ചോദിച്ചാൽ അത് കാന്താരയാണ്. കാന്താരയുടെ സിനിമ സംവിധാനം ചെയ്തത് ഋഷഭ് ഷെട്ടിയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത് അമീബിക്ക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് എതിലൂടെയാണ് എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ കണ്ടന്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് ഉത്തരം മലിനജലത്തിൽ കൂടിയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഇതിലൂടെയാ? മലിനജലത്തിൽ കൂടിയാണ്. മറക്കരുത്. അടുത്തത് ISRO നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്നല്ലേ ചോദ്യം. ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതാണ്, സോമനാഥ്. ഓപ്ഷൻ B ആണ് ഉത്തരമായി വരേണ്ടത്. അപ്പൊ നമുക്ക് വേണ്ടത് നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നിലവിലെ ISRO ചെയർമാൻ ആരാ? അത് സോമനാഥ് ആണെന്ന് ഓർത്തു വെക്കണം. നിലവിലെ ISRO ചെയർമാൻ ആണ് അദ്ദേഹം. ISROയുടെ 10ാമത്തെ ചെയർമാനാണ് സോമനാഥ്. ISRO ചെയർമാൻ ആകുന്ന 5ാമത്തെ മലയാളി. അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം, ISROയ്ക്ക് 10 ചെയർമാൻമാരുണ്ടായിരുന്നു. അപ്പൊ നിലവിൽ 10ാമത്തെ ചെയർമാനാണ് സോമനാഥ്. 5 ചെയർമാൻ, അതായത് പകുതിയിലും ആര് തന്നെ? മലയാളി. ISRO ചെയർമാൻ ആകുന്ന 5ാമത്തെ മലയാളിയാണ് സോമനാഥ്. ആദ്യ മലയാളിയുടെ പേര് MGK മേനോൻ എന്നാണ്. 2ാം മലയാളി ഡോക്ടർ K കസ്തൂരിരംഗൻ. 3ാം മലയാളി ഡോക്ടർ G മാധവൻ നായർ. 4ാം മലയാളി ഡോക്ടർ K രാധാകൃഷ്ണൻ. അങ്ങനെ 5 പ്രധാനപ്പെട്ട മലയാളികളെ ഓർത്തുവെക്കുക. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? സോമനാഥ് ആണ്. ISROയുടെ 10ാമത്തെ ചെയർമാനാണ് സോമനാഥ്. ISRO ചെയർമാൻ ആകുന്ന 5ാമത്തെ മലയാളിയാണ് ആര്? സോമനാഥ്. അപ്പൊ ഇത്രയും കണ്ടന്റുകൾ പറഞ്ഞത് വേറൊന്നുമില്ല. ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് LGS 2024 4ാം ഘട്ട പരീക്ഷയുടെ ഇത്രയും കറണ്ട് അഫയേഴ്സ് പഠിക്കണം. അതിനുശേഷം ഇതിന് നോട്ട്സ് ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അത് വായിക്കണം. ഇന്ന് പരീക്ഷ ചെയ്യണം. ഇതിന്റെ ഈ ക്ലാസ് കണ്ടതിന്റെ PDF നോട്ട് വായിച്ചതിന്റെ പരീക്ഷ കൂടി അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ആദ്യ ടാസ്ക് കംപ്ലീറ്റ് ആവുന്നത്. അതിനുശേഷം ഇന്ന് തന്നെ കേരളവുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് നമ്മൾ പോളായിട്ട് കൊടുത്തപ്പോണ്ട്. അതുകൂടാതെ 2 ക്ലാസ് പെൻഡിങ്ങാണ്. ഏതൊക്കെ ഇനി വരാൻ പോകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടൊരു ടോപ്പിക് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്കൽ സയൻസ് ക്ലാസ് കണ്ടവർ അടുത്ത നാച്ചുറൽ സയൻസ് കണ്ടോണം. അങ്ങനെ ഒരു ദിവസം 3 വീഡിയോ വെച്ച് 20 ദിവസം കൊണ്ട് 60+ വർക്കൗട്ട് നടക്കുന്നു. അപ്പോൾ ഒരു വീഡിയോയിൽ നോക്കൂ, ഒരു വീഡിയോയിൽ മിനിമം ഒരു 50 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താൽ പോലും ഈ പറയുന്ന 60 ദിവസം കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 60 ദിവസം കൊണ്ട് എത്ര? ഒരു ക്ലാസ്സിൽ 50 GK ആവുമ്പോൾ ഈ പറയുന്ന 60 ക്ലാസ്സുകൾ കൊണ്ട് ഏകദേശം 2500 പ്ലസ് 3000-ത്തിലധികം GK ഡിസ്കസ് ചെയ്യും, കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യും, സയൻസ് ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിനകത്ത് SCRT വരും, NCRT വരും, എല്ലാം ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. എഴുതാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, എല്ലാ പരീക്ഷയിലും നിങ്ങൾക്ക് ആദ്യ റാങ്ക് നേടാനുള്ള ഒരു സഹായകമായി മാറും. അതല്ലാതെ ഇപ്പം ചില ആളുകൾ
ആളുകൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കമന്റ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ റിലേറ്റഡ് ഫാക്റ്റ് ആയിട്ടുള്ള മാത്സ് വേണം, മെന്റൽ എബിലിറ്റി വേണം. ഞാൻ തുടക്കത്തിൽ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ്, ഒരിക്കലും ഇതൊരു പ്ലാറ്റ്ഫോം ആയിട്ട്, ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് തരുന്നൊരു പ്ലാറ്റ്ഫോം, മലയാളം തരുന്നൊരു പ്ലാറ്റ്ഫോം, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി തരുന്നൊരു പ്ലാറ്റ്ഫോം അല്ല. എന്നാൽ കഴിയുന്ന, ഈ കൂട്ടായ്മയാൽ കഴിയുന്നത്, ഇപ്പൊ എന്നാൽ കഴിയുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ്, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അങ്ങനത്തുള്ള ഹിസ്റ്ററി, സോഷ്യൽ സയൻസ് പാർട്ടാണ് എനിക്ക് തരാൻ പറ്റുന്നത്. പിന്നീട് ബാക്കിയുള്ള പോൾ ചോദ്യം PDF ഒക്കെ സോർട്ട് ചെയ്ത് തരാം. ഇനിയും ഞങ്ങളുടെ കൂട്ടായ്മ ചെയ്യുന്നത്, ഇപ്പൊ കൂട്ടായ്മയിൽ സയൻസ് എടുക്കുന്ന അധ്യാപകരുണ്ട്, അധ്യാപകന്മാരുണ്ട്, കണ്ടന്റ് ചെയ്യുന്ന ആളുകളുണ്ട്, PDF ചെയ്യുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളുണ്ട്. അവരുടെ എല്ലാം കൂട്ടായ്മയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വരാൻ പോകുന്ന പരീക്ഷ, അത് 10th ലെവൽ ആയിക്കോട്ടെ, ഏത് പരീക്ഷ ആയിക്കോട്ടെ, ആദ്യ റാങ്ക് നിങ്ങൾക്ക് നേടാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറക്കരുത്, ഇന്നത്തെ പരീക്ഷ ഇമ്പോർട്ടന്റ് ആണ്. PDF നോട്ട് വായിക്കണം. ഇത് രണ്ടും, PDF നോട്ടും ഈ പറയുന്ന പരീക്ഷ നടക്കുന്നത് PSC ഇൻഫ്ലുവൻസർ എന്ന ടെലഗ്രാം കൂട്ടായ്മയിലാണ്. ഇനിയും ജോയിൻ ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചെയ്യേണ്ടത് ടെലഗ്രാമിൽ പോവുക, ടെലഗ്രാമിൽ @PSC ഇൻഫ്ലുവൻസർ എന്ന് സെർച്ച് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക, അതിനുശേഷം പഠിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് പരീക്ഷയാണ്. പഠിച്ചാൽ മാത്രം പോരാ, ക്ലാസ് കണ്ടാൽ മാത്രം പോരാ, അതിന് നോട്ട്സ് വായിക്കണം, അതിന്റെ പരീക്ഷ അറ്റൻഡ് ചെയ്യണം.